എല്ലാവർക്കും നമസ്കാരം. പോണ്ടിച്ചേരിയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജാണ്. പോണ്ടിച്ചേരിയിലെ കരകൗശല വിദഗ്ധരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഈ പോണ്ടിച്ചേരി ടൂറിസം വകുപ്പ് വികസിപ്പിച്ചിട്ടുള്ളതാണ് ഈ ക്രാഫ്റ്റ് ആൻഡ് ആർട്സ് വില്ലേജ്. പ്രവേശന ഭാഗത്തിന് അടുത്ത് തന്നെയുള്ളൊരു ഷെഡിൽ ഫൈബർ ഉപയോഗിച്ച് വിവിധ മൃഗരൂപങ്ങൾ നിർമ്മിക്കുന്ന ഒരു വലിയ സ്റ്റാള് കാണാം. ആനകളുടെയും കണ്ടാമൃഗത്തിൻ്റെയും മാനുകളുടെയൊക്കെ യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള രൂപങ്ങളാണ് ഇവിടെ ഒരു കലാകാരൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഈ നിർമ്മാണം പൂർത്തിയായ ഒരു കണ്ടാമൃഗത്തിന് അതിൻ്റെ ഫൈനൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന മാനുകളുടെയും വലിയ കൊമ്പുകളുള്ള ആനകളുടെയൊക്കെ രൂപങ്ങൾ നമുക്കിവിടെ അടുത്ത് തന്നെ കാണാം. യഥാർത്ഥമെന്ന് തോന്നുന്ന രീതിയിലാണ് ഈ ആനകളുടെയൊക്കെ നിർമ്മാണം നടന്നിരിക്കുന്നത്. കൊമ്പുകൾ ഉയർത്തി നിൽക്കുന്ന ആനയുടെയും കണ്ടാമൃഗത്തിൻ്റെയൊക്കെ അടുത്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം മുന്നോട്ട് നടക്കുമ്പോൾ ബാഗുകളും മറ്റുമൊക്കെ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്ന വിവിധ സ്റ്റാളുകളാണ് പിന്നെ ഉള്ളത്. കളിമണ്ണിലും പിന്നെ ലോഹത്തിലും ഒക്കെ നിർമ്മിച്ച വിവിധ അലങ്കാര വസ്തുക്കളാണ് ഈ സ്റ്റാളുകളിലുള്ളത്. വിവിധ മഹനീയ വ്യക്തികളുടെയും ദേവീദേവന്മാരുടെയൊക്കെ പ്രതിമകളൊക്കെ ഈ സ്റ്റാളുകളിൽ വിൽപ്പനയ്ക്കായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല സ്റ്റാളുകളിലും വള, മാല തുടങ്ങിയൊക്കെയാണ് പ്രദർശനവും വിൽപ്പനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുണി കൊണ്ടുള്ള വിവിധ തരം ബാഗുകളും വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് കാണാം. തുണി കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ നെയ്തെടുക്കുന്ന ഊഞ്ഞാലുകൾ നിർമ്മിക്കുന്ന ഒരു തറിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. അതിൽ നിർമ്മിച്ച ഒരു ഊഞ്ഞാലിൽ ഞങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. നല്ല സുഖമാണ് ഇതിനകത്ത് വിശ്രമിക്കാനൊക്കെ. ഇതിനൊന്നും വലിയ വിലയുമില്ല. ഒരു 1300 1400 രൂപയ്ക്ക് അതിന് വില വരുന്നുള്ളൂ. മാർബിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളൊക്കെ ഈ ഇവിടെയുള്ള വിവിധ സ്റ്റാളുകളിൽ വിൽപ്പനയ്ക്കുണ്ട്. ഇതൊന്നും വലിയ വിലയുള്ളവയൊന്നുമല്ല. മറ്റൊരു സ്റ്റാളിൽ വിവിധതരം പെയിൻറ്റിങ്ങുകളുടെ വിൽപ്പനയും പ്രദർശനമൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ മുള കൊണ്ട് നിർമ്മിച്ച വിവിധതരം വസ്തുക്കളാണ് വിൽപ്പനയ്ക്കുള്ളത്. സംഗീത ഉപകരണങ്ങളും അതുപോലെ ഈ ഹാങ്ങിങ് ആയിട്ടുള്ള സാധനങ്ങളും അങ്ങനെയുള്ള ബാഗുകളും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. അടുത്ത സ്റ്റാളിൽ ചണം കൊണ്ട് നിർമ്മിക്കുന്ന വിവിധതരം ബാഗുകളും മറ്റ് വസ്തുക്കളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അടുത്ത സ്റ്റാളിൽ തുകലും റെക്സിനും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ബാഗുകളും ഒക്കെയാണ് കൂടുതലായി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ വിവിധതരം ചെരുപ്പുകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഈ സ്റ്റാളിൽ തന്നെ ഇരുന്ന് ജോലിക്കാർ നിർമ്മിക്കുന്നതാണ് ആ ചെരുപ്പുകളൊക്കെയും. അതുപോലെ വിവിധ സാധനങ്ങളും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. അതിമനോഹരങ്ങളായ ലൈറ്റ് ഷെയ്ഡുകൾ നിർമ്മിച്ച് വിൽക്കുന്ന ഒരു സ്റ്റാളാണിത്. വളരെ മനോഹരമാണ് ഇവിടുത്തെ ലൈറ്റ് ഷെയ്ഡുകളൊക്കെ കാണാൻ. ഇതിപ്പോൾ അല്പം വിലയൊക്കെ ഉള്ളതുമാണ്. നല്ല മനോഹരമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ ഏതോ ഒരു തരം വൃക്ഷത്തിൻ്റെ വലിയൊരു കായിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് നിർമ്മിച്ചിട്ട് അതിനകത്ത് ചെഗുവേരയുടെ രൂപം ഉണ്ടാക്കിയിട്ടുള്ളതും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിരട്ട ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധ കരകൗശല വസ്തുക്കളാണ് അടുത്തൊരു സ്റ്റാളിലെ വിൽപ്പന. കൈതോല കൊണ്ട് നെയ്തെടുത്ത വിവിധ ബാഗുകളും മറ്റ് കരകൗശല വസ്തുക്കളും ഒക്കെയാണ് അടുത്തൊരു സ്റ്റാളിലെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത്.
ഇവിടെയുള്ളൊരു ഗ്രൗണ്ടിൽ കളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ച കൗതുകകരമായ വിവിധ രൂപങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നന്നായി പെയിൻറ് ചെയ്തൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഈ രൂപങ്ങൾക്ക് അടുത്ത് നിന്ന് നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാതെ പറ്റില്ല. ഞങ്ങളിവിടെ എല്ലാം നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കുകയാണ്. കുറേ അധികം രൂപങ്ങൾ ഒരു വലിയ ഏരിയയിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഈ കളിമൺ പ്രതിമകൾ നിർമ്മിക്കുന്നതിൻ്റെയും മറ്റൊരു ഡെമോ അവിടെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം അന്ന് അവിടെ ഡെമോ ചെയ്യുന്നതിനായിട്ട് ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം വർഷത്തിൽ 365 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് പോണ്ടിച്ചേരി. പുറത്തുണ്ടായിരുന്ന കൗതുകകരമായ രൂപങ്ങളുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മറ്റൊരു വലിയ ഹാളിലേക്ക് എത്തുമ്പോൾ അവിടെ ഫൈബർ കൊണ്ട് നേരത്തെ ഒരു കലാകാരൻ നിർമ്മിച്ചിരുന്ന വിവിധ മൃഗരൂപങ്ങളുടെ വലിയൊരു പ്രദർശനം കാണാനാണ് പിന്നെ ഞങ്ങൾ പോയത്. മയിലിൻ്റെയൊക്കെ മനോഹരമായ രൂപം ഇവിടെ പുറത്ത് തന്നെ വെച്ചിരിക്കുന്നത് കാണാം. അകത്തേക്ക് കയറുമ്പോൾ പാമ്പുകളുടെ വിവിധ രൂപങ്ങളിങ്ങനെ യഥാർത്ഥമെന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാണാം. വിവിധതരം പക്ഷികൾ, കടുവ, പുലി, സിംഹം, കുരങ്ങുകൾ, മാനുകൾ തുടങ്ങി ഏകദേശം എല്ലാത്തരം വന്യമൃഗങ്ങളുടെയും യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന രൂപങ്ങൾ ഇവിടെ ഫൈബറിൽ നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ഉള്ളവയാണിവ. നമുക്കതിന് ഒരു ഉചിതമായ വില കൊടുത്ത് ഇത് നമുക്ക് വാങ്ങാവുന്നതാണ്. ഈ കടുവയും മറ്റും ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തന്നെ തോന്നിപ്പോകും. അതുപോലെ അത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ നിർമ്മാണവും പെയിൻറ്റിങ്ങും എല്ലാം നടത്തിയിട്ടുള്ളത്. ചില കടൽ ജീവികളുടെയും ഒക്കെ രൂപങ്ങൾ ഇവിടെ ഉണ്ട്. പെരുമ്പാമ്പൊക്കെ ഒരേ മരത്തിൽ നിന്ന് കയറി താഴോട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നതൊക്കെ യഥാർത്ഥമെന്ന് തോന്നുന്നതാണ്. അതുപോലെ മാനുകൾ എല്ലാം ഉണ്ട്. കരിമ്പുലിയുടെയും കരിങ്കുരങ്ങുകളുടെയും അതുപോലെ ചിമ്പാൻസി അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം നമുക്ക് ഒറിജിനൽ എന്ന് തോന്നിപ്പോകുന്നവയാണ്. ഒറിജിനൽ എന്ന് തോന്നുന്ന രൂപങ്ങൾ കൂടാതെ വളരെ കളർഫുള്ളായിട്ട് നിർമ്മിച്ചിട്ടുള്ള കുതിരകളുടെയും അതുപോലെ തന്നെ തവളയുടെയും ഒക്കെ രൂപവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിമ്പാൻസിയൊക്കെ ഇരിക്കുന്നത് വളരെ ഒറിജിനലായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇതാണ് കളർഫുള്ളായിട്ടുള്ളൊരു തവളയുടെ രൂപം. ഇതെല്ലാം വിശദമായി കണ്ട ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോകളും ഒക്കെ എടുത്തിട്ട് പോണ്ടിച്ചേരിയിലെ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.